നമസ്കാരം സുഹൃത്തുക്കളെ, മാങ്കാ മുട്ടായിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആനിമേഷൻ ലോകത്ത് വൻ തരംഗമായി മാറിയ സോളോ ലെവലിംഗിൻ്റെ കഥ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സീസൺ 1 എപ്പിസോഡ് 3ഉം 4ഉം എന്നിവയുടെ പൂർണ്ണമായ റീക്യാപ്പും എക്സ്പ്ലനേഷനുമാണ്. ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടത് വളരെ ഭയാനകമായ ഒരു രംഗമായിരുന്നു. ഡബിൾ ഡഞ്ചേണിൽ കുടുങ്ങിയ ജിൻവു മറ്റ് ഹണ്ടർമാരെ രക്ഷിക്കാൻ വേണ്ടി സ്വയം അവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. ആ കൂറ്റൻ പ്രതിമകൾ അവനെ ക്രൂരമായി വെട്ടിയും കുത്തിയും കീറുന്നു. മരണത്തോട് മല്ലിട്ട് ബലിപീഠത്തിൽ കിടക്കുമ്പോൾ അവന് മുന്നിൽ പെട്ടെന്ന് ഒരു സ്ക്രീൻ തെളിഞ്ഞു വന്നു. യു ഹാവ് മെറ്റ് ദ നെസസറി കണ്ടീഷൻസ് ഓഫ് ദ സീക്രട്ട് ക്വസ്റ്റ്, കറേജ് ഓഫ് ദ വീക്ക്. അതായത് രഹസ്യ ക്വസ്റ്റായ ദുർബലന്റെ ധൈര്യം പൂർത്തിയാക്കാനാവശ്യമായ യോഗ്യതകൾ നിങ്ങൾ നേടിയിരിക്കുന്നു. മരിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു പ്ലെയർ ആകാനുള്ള ആ സിസ്റ്റത്തിന്റെ ഓഫർ അവൻ സ്വീകരിച്ചു. എപ്പിസോഡ് 3 ഇറ്റ്സ് ലൈക്ക് എ ഗെയിം. എപ്പിസോഡ് 3 ആരംഭിക്കുന്നത് ആശുപത്രി കിടക്കയിൽ ജിൻവു കണ്ണു തുറക്കുന്നതോടെയാണ്. അവൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് മാത്രമല്ല, ഡഞ്ചിയനിൽ വെച്ച് നഷ്ടപ്പെട്ട അവന്റെ കയ്യും കാലും തിരികെ വന്നിരിക്കുന്നു. അവനെ കാണാൻ ഹണ്ടർ അസോസിയേഷനിൽ നിന്നും വു ജിൻഷുളും സംഘവും വരുന്നു. ആ ഭയാനകമായ ഡബിൾ ഡഞ്ചിയനിൽ ജിൻവു മാത്രം എങ്ങനെ ജീവനോടെ ഇരിക്കുന്നു എന്നത് അവർക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. ജിൻവുവിന് ഒരു സെക്കൻഡ് അവേക്കിംഗ് സംഭവിച്ചോ എന്നറിയാൻ അവരൊരു മെഷീൻ ഉപയോഗിച്ച് അവന്റെ മാജിക് പവർ അഥവാ മാന അളക്കുന്നു. എന്നാൽ റിസൾട്ട് കണ്ടവർ നിരാശരായി. വെറും 10 ആയിരുന്നു അവന്റെ സ്കോർ. അതായത് അവൻ ഇപ്പോഴും ദുർബലനായ ഇറാങ് ഹണ്ടർ തന്നെയാണ്. ഇറാങ് ഹണ്ടർമാർക്ക് പൊതുവെ 70+ സ്കോർ ഉണ്ടാവും. ആരുമില്ലാത്ത സമയം ജിൻവുവിന് മുന്നിൽ വീണ്ടും ആ നീല സ്ക്രീൻ തെളിഞ്ഞു വന്നു. അത് അവന് മാത്രമേ കാണാൻ സാധിക്കൂ. അതൊരു വീഡിയോ ഗെയിമിലെ സിസ്റ്റം പോലെയായിരുന്നു. അതിൽ അവനായി ഒരു ഡെയിലി ക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ടാസ്ക് ഇതാണ്: 100 പുഷപ്പുകൾ, 100 സിറ്റപ്പുകൾ, 100 സ്ക്വാറ്റുകൾ, 10 കിലോമീറ്റർ ഓട്ടം. ഇതൊരു തമാശയാണെന്ന് കരുതി ജിൻവു അത് അവഗണിച്ചു. എന്നാൽ അർദ്ധരാത്രി ആയപ്പോൾ സിസ്റ്റം ഒരു വാണിംഗ് നൽകി. ക്വസ്റ്റ് പൂർത്തിയാക്കാത്തതിനാൽ നിങ്ങളെ പെനാൽറ്റി സോണിലേക്ക് മാറ്റുന്നു. പെട്ടെന്ന് ജിൻവു ചെന്ന് വീഴുന്നത് വലിയൊരു മരുഭൂമിയിലാണ്. അവിടെ അതിഭീകരനായ ഒരു വലിയ പഴുതാര അവനെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ സിസ്റ്റം അവനോട് പറഞ്ഞു, 4 മണിക്കൂർ ജീവനോടെ ഇരിക്കുക. ആ 4 മണിക്കൂർ ജിൻവു ആ രാക്ഷസനിൽ നിന്നും ജീവനും കൊണ്ടോടി. തിരികെ ആശുപത്രിയിലെത്തുമ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ഈ സിസ്റ്റം പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ മരണം ഉറപ്പാണ്. അടുത്ത ദിവസം മുതൽ അവൻ ആ ഡെയിലി ക്വസ്റ്റ് കൃത്യമായി ചെയ്യാൻ തുടങ്ങി. അത് പൂർത്തിയാക്കുമ്പോൾ അവന് 3 റിവാർഡുകൾ ലഭിക്കും. ഫുൾ റിക്കവറി. അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ക്ഷീണവും മാറി. സ്റ്റാറ്റ് പോയിന്റ്സ്. തൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ഗെയിമുകളിലേതുപോലെ പോയിന്റുകൾ ലഭിച്ചു. ഇതവൻ സ്ട്രെങ്ത്തിലാണ് ഉപയോഗിക്കുന്നത്. റാൻഡം ബോക്സ്, ഒരു ലൂട്ട് ബോക്സ്. ഒരു ദിവസം അവൻ ആ ബോക്സിൽ നിന്നും ഒരു താക്കോൽ ലഭിച്ചു. ഇൻസ്റ്റൻസ് ഡഞ്ചിയൻ കീ. ആ താക്കോൽ ഉപയോഗിച്ച് സിസ്റ്റം പറയുന്ന സ്ഥലത്ത്, അതായത് ഹാബ്ജോങ് സബ്വേ സ്റ്റേഷനിൽ പോയാൽ അവന് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ഒരു ഡഞ്ചിയൻ തുറക്കാം. അവൻ അവിടെ പോയി താക്കോൽ ഉപയോഗിക്കുന്നു. പെട്ടെന്ന് ആ സ്റ്റേഷൻ ഒരു ഡഞ്ചിയനായി മാറി. പുറത്തേക്കുള്ള വഴി ഒരു ചുവന്ന മതിലായി മാറി. ബോസിനെ കൊല്ലാതെ അല്ലെങ്കിൽ ഒരു റിട്ടേൺ ക്രിസ്റ്റൽ ഉപയോഗിക്കാതെ അവന് പുറത്ത് കടക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഒരു ചെന്നായ സ്റ്റീൽ ഫാൻ ലൈഗൻ അവനെ ആക്രമിക്കാൻ വരുന്നത്. അവിടെ വെച്ച് എപ്പിസോഡ് 3 അവസാനിക്കുന്നു. അടുത്തത് എപ്പിസോഡ് 4 ഐ ഹവ് ഗോട്ട് ടു ഗെറ്റ് സ്ട്രോങ്ങർ. എപ്പിസോഡ് 4 തുടങ്ങുന്നത് ആ ലൈക്കണ്ണും ജിൻവുവും തമ്മിലുള്ള പോരാട്ടത്തോടെയാണ്. ജിൻവു ആദ്യം ഭയപ്പെടുന്നുണ്ട്. എന്നാൽ അവൻ അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവൻ്റെ ശരീരം മുൻപത്തേക്കാൾ വേഗത്തിൽ ചലിക്കുന്നു. അവൻ്റെ കരുത്തും കൂടിയിട്ടുണ്ട്. ഡെയിലി ക്വസ്റ്റ് വഴി കിട്ടിയ പോയിന്റുകൾ സ്ട്രെങ്ത്തിൽ ഉപയോഗിച്ചതിൻ്റെ ഫലമായിരുന്നു അത്. താൻ പഴയ ജിൻവു അല്ലെന്ന് തിരിച്ചറിഞ്ഞ അവൻ സർവ്വശക്തിയുമെടുത്ത് ആ ചെന്നായെ കൊല്ലുന്നു. ഉടനെ സിസ്റ്റം അനൗൺസ് ചെയ്തു, ലെവൽ അപ്പ്. ഇത് സോളോ ലെവലിംഗ് ലോകത്തെ ഏറ്റവും വലിയൊരു വഴിത്തിരിവാണ്. കാരണം ഈ ലോകത്ത് ഒരു ഹണ്ടറിനും ജനിച്ചപ്പോൾ കിട്ടിയ റാങ്ക് മാറ്റാനോ ശക്തി കൂട്ടാനോ കഴിയില്ല. എന്നാൽ ജിൻവുവിന് ലെവലപ്പ് വഴി ശക്തി കൂട്ടാൻ സാധിക്കും. തൻ്റെ ഇൻവെൻട്രിയിൽ കിടന്നിരുന്ന കിം സംഘർഷിക്കിൻ്റെ വാളും എടുത്തുകൊണ്ട് ജിൻവു ഡഞ്ചേണിൻ്റെ ഉള്ളിലേക്ക് പോയി. വരുന്ന ചെന്നായ്ക്കളെ മുഴുവൻ അവൻ വെട്ടി വീഴ്ത്തി. അവൻ തുടർച്ചയായി ലെവലപ്പ് ചെയ്തു. മാത്രമല്ല, അവന് വുൾഫ് സ്ലേയർ എന്നൊരു ടൈറ്റിൽ കൂടെ സിസ്റ്റം നൽകി. ഒടുവിൽ അവൻ ഡഞ്ചിയനിൻ്റെ ബോസ് റൂമിലെത്തി. ബ്ലൂ വെനം ഫാങ്ഡ് കസാക്ക എന്നായിരുന്നു ആ ബോസിൻ്റെ പേര്. കൂറ്റനായ ഒരു നീല പാമ്പായിരുന്നു അത്. ആ പാമ്പിൻ്റെ തോൽ ഇരുമ്പിനേക്കാൾ കട്ടിയുള്ളതായിരുന്നു. ജിൻവുവിൻ്റെ വാൾ അത് വെട്ടിയിട്ട് പൊട്ടിപ്പോയി. പാമ്പ് അവനെ വരിഞ്ഞു മുറുക്കി. ശ്വാസം കിട്ടാതെ മരിക്കാൻ പോകുമ്പോൾ പഴയ കാലത്ത് താൻ അനുഭവിച്ച അപമാനങ്ങളും നിസ്സഹായതയും അവൻ്റെ മനസ്സിലേക്ക് വന്നു. ഇനിയും ദുർബലനായിരിക്കാൻ എനിക്ക് വയ്യ. ഈ ചിന്തയോടെ അവൻ തൻ്റെ കൈകൾ കൊണ്ട് ആ പാമ്പിനെ വരിഞ്ഞു പിടിച്ചു. ലെവൽ അപ്പിലൂടെ അവന് ലഭിച്ച കരുത്ത് മുഴുവൻ കൈകളിൽ കൊടുത്ത് അവൻ വെറും കൈകൊണ്ട് ആ കൂറ്റൻ പാമ്പിൻ്റെ കട്ടിയുള്ള തോൽ ഞെരിച്ചു പൊട്ടിച്ച് അതിനെ കൊന്നു. കസാക്കയെ കൊന്ന അവന് ലഭിച്ച റിവാർഡുകളാണ് കസാക്കാസ് വെനം ഫാങ്, പാമ്പിൻ്റെ പല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ഡാഗർ. ഇത് വെട്ടിയാൽ ശത്രുക്കൾക്ക് പാരലൈസിസും ബ്ലീഡിങ്ങും സംഭവിക്കും. കസാക്കാസ് വെനം ഗ്ലാൻഡ്,
ഒരു മാന്ത്രിക പാനീയം. ഇത് കുടിച്ചാൽ ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നത് കുറയും, എന്നാൽ തൽക്കാലത്തേക്ക് കരുത്തു കുറയും. ഡൺജൻ പൂർത്തിയാക്കി ജിൻവു പുറത്തു വരുമ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പുറത്ത് മറ്റൊരു ഹണ്ടർ സംഘം വലിയൊരു ഗോൾലേമുമായി പോരാടുകയായിരുന്നു. അവർക്കതിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ട ജിൻവു തൻ്റെ കയ്യിലിരുന്ന ഒടിഞ്ഞ വാൾ സർവ്വശക്തിയുമെടുത്ത് ഗോൾലേമിൻ്റെ നേരെ എറിഞ്ഞു. ആ ഒറ്റയേറിന് ഗോൾലേമിൻ്റെ പ്രതിരോധം തകരുകയും ഹണ്ടർമാർ അതിനെ കൊല്ലുകയും ചെയ്തു. ഇതെറിഞ്ഞത് ആരാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ജിൻവു തിരികെ നടക്കുമ്പോൾ നമ്മളൊരു കാര്യം കാണുന്നത് പഴയ മെലിഞ്ഞ ജിൻവു അല്ല അവനിപ്പോൾ. അവൻ്റെ ശരീരത്തിൽ പേശികൾ വന്നിട്ടുണ്ട്, മുഖത്തിന് വല്ലാത്തൊരു ഗാംഭീര്യം വന്നിട്ടുണ്ട്, ഹൈറ്റും വെച്ചിട്ടുണ്ട്. അവനിലെ മാറ്റം പൂർണ്ണമായി തുടങ്ങിയിരിക്കുന്നു. ജിൻവുവിന് തൻ്റെ മാറ്റങ്ങൾ മനസ്സിലായി. എന്നാൽ അവന് മുൻപിൽ വലിയൊരു പ്രശ്നമുണ്ട്. ആശുപത്രിയിൽ കിടക്കുന്ന അമ്മയുടെ ബില്ലടക്കാൻ അവന് കാശ് വേണം. അതിനായി അവൻ ഹ്വാങ് ദോങ്സുക് എന്നൊരാളുടെ നേതൃത്വത്തിലുള്ള ഒരു സി റാങ്ക് സ്ട്രൈക്ക് സ്ക്വാഡിൽ വെറും ഒരു ബാഗ് ചുമക്കുന്നവനായി ചേരുന്നു. അവിടെ വെച്ച് അവൻ പണക്കാരനായി യു ജിൻഹോയെ പരിചയപ്പെട്ടു. എന്നാൽ ഈ സംഘം കാണുന്നത്ര നല്ലവരല്ല. ആ ഡൺജിയണിൽ അവരെ കാത്തിരിക്കുന്നത് അതിലും വലിയൊരു ചതിയാണ്. ജിൻവു എങ്ങനെ ഇത് നേരിടും? അത് നമുക്ക് എപ്പിസോഡ് 5 വീഡിയോയിൽ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, എപ്പിസോഡ് 3ഉം 4ഉം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഈ എപ്പിസോഡുകളിൽ വെച്ച് ജിൻവു ആ കൂറ്റൻ പാമ്പിനെ വെറും കൈകൊണ്ട് കൊല്ലുന്ന സീനാണോ അതോ വാളെറിഞ്ഞ് ഗോൾലേമിനെ വീഴ്ത്തുന്ന സീനാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ആനിമെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കിടിലൻ ആനിമെ എക്സ്പ്ലനേഷനുകൾക്കും അപ്ഡേറ്റുകൾക്കുമായി നമ്മുടെ മാംഗാ മുട്ടായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. See you soon.